ഇത് CMFന്റെ ബഡ്സ് 2, ഇത് CMFന്റെ ബഡ്സ് 2 പ്ലസ്. ഇതിന്റെ വില 2699, ഇത് 3299. സോ ഈ രണ്ടെണ്ണത്തിൽ ഏതായിരിക്കും നല്ലത്? സത്യം പറഞ്ഞാലോ ഡിസൈൻ സെയിം ടു സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ മാറ്റ് ഫിനിഷ്, ഇവിടെ മാറ്റ് ഫിനിഷ്, മുകളിൽ റൊട്ടേറ്റിംഗ് ഡയൽ, ഇവിടെയും റൊട്ടേറ്റിംഗ് ഡയൽ, രണ്ടിലും ലാൻഡ് യാർഡ് കോർക്കാനുള്ള ഓട്ടയും ഉണ്ട്. ഇത് ഒരു മെറ്റാലിക് ഡിസൈനിലാണ്, ഇത് ഒരു ട്രാൻസ്പെറന്റ് പ്ലാസ്റ്റിക് ഡിസൈനിലും. പക്ഷെ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ രണ്ടും സെയിം ടു സെയിം. സൂക്ഷിച്ചു നോക്കിയാൽ ഇവിടെ ബഡ്സ് 2 എന്നും ഇതിനകത്ത് ബഡ്സ് 2 പ്ലസ് എന്നും എഴുതിയിരിക്കുന്ന ഒരൊറ്റ വ്യത്യാസം മാത്രം. ചെവിയിലുള്ള ഇയർബഡ്സിലെ ഓരോ ഓട്ടകൾ പോലും സെയിം ടു സെയിം ആണ്. യെസ്, ഡിസൈനിൽ യാതൊരു മാറ്റവും ഇല്ല. ഇവിടെയായിട്ട് ചെറിയൊരു മാറ്റ് ഫിനിഷും ഇവിടെയായിട്ട് ഗ്ലോസി ഫിനിഷിലും വരുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഇയർബഡ്സ്. ചെവിയിൽ വെക്കുമ്പോൾ ഇത്തരത്തിലാണ് ഇരിക്കുന്നത്. അത്യാവശ്യം ചെറിയൊരു വലിപ്പം തോന്നുന്നുണ്ട്, എന്നാലും ഫിറ്റിനൊന്നും കുഴപ്പമില്ല. ചെവിയിൽ ഊരി വീഴൊന്നുമില്ല. ബോക്സിനകത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ഇയർ ടിപ്സ് വരുന്നുണ്ട്, ഇതിനകത്തും വരുന്നുണ്ട്. രണ്ടിനകത്തും ഇത് ചാർജ് ചെയ്യാനുള്ള കേബിള് കൊടുത്തിട്ടില്ല. അല്ലെങ്കിലും ആരും TWSന്റെ കേബിൾ ഒന്നും ഉപയോഗിക്കാറുമില്ല. രണ്ടും കാഴ്ചയിൽ സിമിലർ ആണെങ്കിലും ബഡ്സ് 2ൽ നിങ്ങൾക്ക് 11 മില്ലിമീറ്ററിന്റെ ഡ്രൈവറാണ് വരുന്നത്. ബഡ്സ് 2 പ്ലസിൽ നിങ്ങൾക്ക് 12 മില്ലിമീറ്ററിന്റെ ഡ്രൈവറാണ് വരുന്നത്. ഈ രണ്ടെണ്ണത്തിലുമുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ ഓഡിയോ ട്യൂൺ ചെയ്തിരിക്കുന്ന മാറ്റങ്ങളിലാണ്. ബഡ്സ് 2 ട്യൂൺ ചെയ്തിരിക്കുന്നത് ഡൈറാക് ഒപ്റ്റിയോ ആണ്. 2 പ്ലസ് ആണെങ്കിൽ ഹൈറസ് ഓഡിയോ സപ്പോർട്ടും LDACും. ടെക്നിക്കലി പോവാതെ ഒരു സാധാരണക്കാരന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിൽ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ ഈ രണ്ട് ഇയർഫോൺസിന്റെ ഓഡിയോ ക്വാളിറ്റി ഇതിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലതാണ്. വോക്കൽസ് ക്രിസ്പാണ്, നല്ല മിഡ്സ് ഉണ്ട്, ആൻഡ് ബേസ് ഒരു രക്ഷയില്ല എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നോർമലി നിങ്ങൾ ഒരു ട്യൂണിങ്ങും ചെയ്യാതെ ചെവിയുടെ അകത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം നല്ല ബേസ് കിട്ടുമെങ്കിലും നത്തിങ്ങിന്റെ ആപ്ലിക്കേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ അൾട്രാ ബേസ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ഈ അൾട്രാ ബേസ് മോഡ് നിങ്ങൾ ഓണാക്കിയ ശേഷം ഇവിടെ ബേസിന്റെ ഇന്റൻസിറ്റി നിങ്ങൾക്ക് കൂട്ടാം. 5 ഇന്റൻസിറ്റി വെക്കുന്നതെങ്കിൽ നല്ലൊരു പഞ്ചി ആയിട്ടുള്ള ബേസ് കിട്ടുമെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല 5 വെച്ച് ഉപയോഗിക്കാൻ. കാരണം ഞാൻ 5 വെച്ച് ഒരു സിനിമ കാണാനായിട്ട് നോക്കി. തുടക്കത്തിലൊക്കെ നല്ല രസം ഉണ്ടായെങ്കിലും സിനിമ കണ്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചെവി വല്ലാത്തൊരു ഡിസ്കംഫർട്ട് തോന്നി. കാരണം ഭയങ്കര ബേസാണ്, അതായത് പതറുന്ന ബേസ് അല്ല, ശരിക്കും ഒരു സബ് വൂഫറിൽ നിന്നൊക്കെ കേൾക്കുന്ന പോലത്തെ ബേസ് ആയതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും അത് ചെവിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. സോ അൾട്രാ ബേസ് മോഡ് ഓണാക്കി ഒരു ലെവൽ 1 വെച്ച് ഉപയോഗിച്ചാലും നല്ല ബേസ് കിട്ടുന്നുണ്ട്. ആൻഡ് ഈ പറഞ്ഞ കാര്യം ബഡ്സ് 2ലും ബഡ്സ് 2 പ്ലസിലും രണ്ടിലും ബാധകമാണ്. ഈക്വൽ സൗണ്ടിങ് ബേസ്. രണ്ടിനെയും വില വെച്ച് നോക്കുമ്പോൾ 2 പ്ലസിനാണ് 2വിനേക്കാളും വില കൂടുതൽ. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ യൂസിൽ എനിക്ക് ആക്ച്വലി 2വിൻ്റെ സൗണ്ടാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അതിന് ഒരൊറ്റ കാരണമാണ് ഈ ഇക്വലൈസറിലുള്ള ഈ ഒരു ഡൈറാക് ഒപ്റ്റിയോ എന്ന് പറഞ്ഞ ഇക്വലൈസർ. നോർമലി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഡൈറാക് ഒപ്റ്റിയോ ഓണാക്കി കഴിഞ്ഞുണ്ടല്ലോ പെട്ടെന്ന് നിങ്ങൾക്കൊരു അമ്പോ എന്ന് തോന്നിക്കുന്ന ഒരു ഫീല് വരുന്നുണ്ട്. ഈവൻ നിങ്ങൾക്ക് സ്പേഷ്യൽ ഓഡിയോയുടെ സപ്പോർട്ടും ഉണ്ട്. മറുഭാഗത്ത് നിങ്ങൾ 2 പ്ലസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഡൈറാക് ഒപ്റ്റിയോ ട്യൂൺഡ് അല്ല. പകരം നിങ്ങൾക്ക് ഇതിനകത്ത് ഹൈറസ് LDACന്റെ സപ്പോർട്ട് ഉണ്ട്. സോ നിങ്ങൾ ആപ്ലിക്കേഷനകത്ത് പോയി കഴിഞ്ഞാൽ ഇതിലും അൾട്രാ ബേസ് മോഡ് കാണുമെങ്കിലും ഇതിന്റെ ഇക്വലൈസറിനകത്ത് നിങ്ങൾക്ക് ഡൈറാക് ഒപ്റ്റിയോ കാണില്ല. പകരം നിങ്ങൾക്ക് ഇവിടെ പേഴ്സണലൈസ്ഡ് സൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങൾ ഒരു ഹിയറിംഗ് ടെസ്റ്റ് എടുക്കേണ്ടതാണ്. നിങ്ങളുടെ ലെഫ്റ്റും റൈറ്റും ചെവിയിലുള്ള ഇയർബഡ്സ് ട്യൂൺ ചെയ്ത് എങ്ങനെയാണോ ആക്ച്വലി നിങ്ങൾക്ക് കേൾക്കേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് 2 പ്ലസിൽ ട്യൂൺ ചെയ്യാനായിട്ട് പറ്റും. ഇത് ട്യൂൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കുറച്ചൊന്ന് മെനക്കെടണം. ഒരു 5 മിനിറ്റ് സമാധാനമായിട്ട് സൈലന്റ് ആയിട്ടുള്ള മുറിയിലിരുന്ന് വേണം ട്യൂൺ ചെയ്യാനായിട്ട്. ചെറിയ ചെറിയ ബീപ്പുകൾ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്താണ് ട്യൂൺ ചെയ്യുന്നത്. ഒരിക്കൽ നിങ്ങൾ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കിത് നിങ്ങളുടെ ചെവിക്ക് വേണ്ടി പേഴ്സണലൈസ് ചെയ്തൊരു ഇയർഫോൺസ് ആയിട്ട് മാറും. അതാണ് 2വിൽ നിന്നും 2 പ്ലസിലുള്ള ഏക വ്യത്യാസം. ബട്ട് സൗണ്ട് ക്വാളിറ്റി വൈസ് രണ്ടും നല്ല സൗണ്ട് ആണെങ്കിലും ഐ വുഡ് പേഴ്സണലി പ്രിഫർ 2. രണ്ട് ഇയർഫോൺസിൽ നിങ്ങൾക്ക് നോയ്സ് ക്യാൻസലേഷൻ കിട്ടുന്നുണ്ട്. 2വിൽ നിങ്ങൾക്ക് 48 dBയുടെ ഹൈബ്രിഡ് നോയ്സ് ക്യാൻസലേഷൻ കിട്ടുന്നുണ്ട്. എന്നാൽ 2 പ്ലസിൽ നിങ്ങൾക്ക് 50 dBയുടെ സ്മാർട്ട് അഡാപ്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. ടെക്നിക്കലി കാണിച്ചാൽ ഇത് ഓപ്പൺ ആക്കി ഇത് പെട്ടെന്ന് പെയർ ആവുന്നുണ്ട്. പെയർ ആയി കഴിഞ്ഞാൽ ഇവിടെ കാണുന്നില്ലേ നോയ്സ് ക്യാൻസലേഷൻ 3 ഓപ്ഷൻ ആണ് വരുന്നത്. എന്നാൽ ബഡ്സ് 2 പ്ലസിൽ ഇത്തരത്തിൽ ഒരു അഡാപ്റ്റീവിന്റെ ഓപ്ഷനും കൂടിയുണ്ട്. ബേസിക്കലി അഡാപ്റ്റീവ് എന്ത് ചെയ്യുന്നു വെച്ചാൽ നിങ്ങളുടെ ചുറ്റുമുള്ള സൗണ്ട് എന്താണ് എന്ന് കേട്ടിട്ട് അതിനനുസരിച്ച് നോയ്സ് ക്യാൻസലേഷൻ അഡാപ്റ്റ് ചെയ്യും. ഈവൻ ബഡ്സ് 2വിലും നിങ്ങൾക്ക് അഡാപ്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ്റെ ഓപ്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. ബട്ട് ആ ഒരു 48 dB അതേപോലെ 50 dBയുടെ ചെറിയ 2 dBയുടെ വ്യത്യാസത്തിൽ അഡാപ്റ്റീവ് ആണെങ്കിലും കുറച്ചുകൂടി നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് തോന്നുന്നത് ബഡ്സ് 2 പ്ലസ് ആണ്. സോ നോയ്സ് ക്യാൻസലേഷൻ വൈസ് ഈ പ്രൈസ് പോയിന്റിൽ കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് നോയ്സ് ക്യാൻസലിംഗ് ഹെഡ്ഫോൺസ് ആണ് ഇത്. ഈ രണ്ടെണ്ണത്തിൽ നോക്കുവാണെങ്കിൽ ഇതിന്റെ നോയ്സ് ക്യാൻസലേഷൻ ആണ് കുറച്ചുകൂടി മെച്ചം. രണ്ടിന്റെ കേസിനും ബഡ്സിലുമുള്ള ബാറ്ററി കപ്പാസിറ്റി സെയിം ആണ്. ബഡ്സിന്റെ വലിപ്പം അത്യാവശ്യം കൂടുതലായതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പിന്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. ANC നിങ്ങൾ ഓൺ ആക്കി കഴിഞ്ഞാൽ പോലും ഏകദേശം ഒരു 10 മണിക്കൂറിന്റെ ബാറ്ററി ബാക്കപ്പ് രണ്ടെണ്ണത്തിലും കിട്ടും. ആൻഡ് ഇയർഫോൺ ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ രണ്ടിലും ഏകദേശം 5-6 മണിക്കൂറിന്റെ ANC ഇല്ലാതെയുള്ള പ്ലേ ബാക്ക് കിട്ടുന്ന ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്. സോ ടെക്നിക്കലി ബാറ്ററി വൈസ് യാതൊരു പ്രോബ്ലവും ഇല്ല. രണ്ടെണ്ണത്തിലും ലോ ലേറ്റൻസി മോഡ് ഉണ്ട്. ഒരു 5 മില്ലി സെക്കൻഡ് വ്യത്യാസമേ ഉള്ളൂ ഇതിന്. ഇത് 110
മില്ലി സെക്കൻഡ്, ഇത് 105 മില്ലി സെക്കൻഡ്. ബട്ട് നമ്മുടെ ചെവിക്ക് അത് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. രണ്ട് ഡിവൈസുകളും IP55 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് റേറ്റഡ് ആണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിട്ടുപോയി, രണ്ടെണ്ണത്തിനും മൈക്രോഫോൺസ്, രണ്ടിലും 6 മൈക്രോഫോൺസ് ആണുള്ളത്. വിൻഡ് ക്യാൻസലേഷൻ, നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ ഉണ്ട്. വെൽ, നമുക്ക് രണ്ടിൻ്റെയും മൈക്രോഫോൺ ക്വാളിറ്റിയും കൂടി കേട്ട് നോക്കിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത് CMF Buds 2 Plusന്റെ മൈക്രോഫോൺസിലൂടെയാണ്. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത് CMF Buds 2ന്റെ മൈക്രോഫോൺസിലൂടെയാണ്. സോ എൻ്റെ അടുത്ത് നിങ്ങൾ ബഡ്സ് 2 പ്ലസ് വാങ്ങിക്കണോ അതോ ബഡ്സ് 2 വാങ്ങിക്കണോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ടെക്നിക്കലി ശരിയാണ്, ഒരു ചെറിയൊരു വ്യത്യാസം ഇതിൻ്റെ ഡ്രൈവറിലും ഓഡിയോ ട്യൂണിങ്ങിലും ഉണ്ട് എന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലി ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സാധാരണക്കാരന് അതൊന്നും കാര്യമായിട്ട് മനസ്സിലാവാൻ പോകുന്നില്ല. അൺലെസ് നിങ്ങളിപ്പോൾ ഒരു ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ലോസ്ലെസ് ഓഡിയോയിൽ കേൾക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഫോർ യു എൽഡാക്കും അതേപോലെ ഹൈറസുള്ള ഈ ഒരു 2 പ്ലസ് ആയിരിക്കും ബെറ്റർ. എന്നാൽ ഒരു നോർമൽ കൺസ്യൂമർ പെർസ്പെക്റ്റീവിൽ 2 തന്നെ നിങ്ങൾക്ക് ധാരാളമാണ്. ആൻഡ് അഗെയിൻ നിങ്ങൾക്ക് 2 കുറച്ചുകൂടി വില കുറഞ്ഞു കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് ഒരു വാല്യൂ ഫോർ മണി ഡിവൈസും കൂടെ ആവും ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും ഇതിൽ ഏതാണ് മേടിക്കേണ്ടതെന്ന്. കൂടുതൽ ഡൗട്ടിനെ കമന്റിലൂടെ അറിയിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.